ഇടയത്താഴത്തിനുള്ള ഫുഡ് ഞാൻ തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വയ്ക്കാറാണ് പതിവ്. ഇനി എങ്ങാനും രാവിലെ കറണ്ടില്ലാതെയോ വെള്ളമില്ലാതെയോ പെട്ടുപോയാലോ? എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ നോമ്പ് മുറിച്ച് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ പരിപാടി തുടങ്ങി. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ ഇടിയപ്പം. അതുകൊണ്ട് നമ്മൾ നാളത്തേക്ക് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇടിയപ്പത്തിന് മാവ് ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ തിരിക്കുന്ന പരിപാടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇടിയപ്പം ആവുന്ന സമയം കൊണ്ട് ഞാൻ മുട്ടക്കറിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം എല്ലാം ഇളക്കി പാത്രത്തിലാക്കിയതിന് ശേഷം ഞാൻ മുട്ടക്കറി വയ്ക്കാൻ തുടങ്ങി. വെളുത്തുള്ളി ഇഞ്ചിയും മൂപ്പിച്ച് സവാളയും തക്കാളി ഇട്ട് വഴറ്റി പൊടികളും ചേർത്ത് ഇച്ചിരി വെള്ളവും ഒഴിച്ച് 2 വിസിൽ ഏൽപ്പിച്ചപ്പോഴേക്കും നമ്മുടെ മുട്ടക്കറി റെഡിയായി. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഒരു ചായ ഇട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുഡും കഴിച്ചിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങി.